പ്രൈസ് ദി ലോർഡ്. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം 23. മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് നാവ് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. സകല അനർത്ഥങ്ങളും സങ്കടങ്ങളും മനുഷ്യന് വരുത്തുന്നത് നാവാണ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ നേട്ടം കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന്മേൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മറ്റൊരു വാക്യം സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. നമ്മുടെ നാവിന്മേലാണ് അനുഗ്രഹവും ശാപവും ഇരിക്കുന്നത്. അതുകൊണ്ട് നന്മയുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. അപ്പോൾ ആ നന്മയുടെ ഫലം അവർക്കും ലഭിക്കും, അതിൻ്റെ ഫലം നമുക്കും അനുഭവിക്കാൻ സാധിക്കും. നമ്മളോട് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് പോസിറ്റീവ് വാക്കുകൾ പറയണം. അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും. സാഹചര്യങ്ങളെ നോക്കി ശപിച്ച് സംസാരിച്ച നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. പോസിറ്റീവായി സംസാരിക്കുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. നെഗറ്റീവ് വാക്കുകൾ നമ്മളെ തീർത്തും നശിപ്പിക്കത്തേയുള്ളൂ. നമ്മൾ ഏതൊരു മോശ സാഹചര്യത്തിലും എപ്പോഴും പോസിറ്റീവ് മാത്രം പറയുക, അനുഗ്രഹിക്കുന്ന വചനങ്ങൾ, നന്മ വരുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അനുഗ്രഹം ഉണ്ടാവും.